ലൈംഗികാരോപണ വിധേയനായ രഞ്ജിത്ത് പുറത്തേക്കെന്ന സൂചന. സർക്കാർ കൈവിട്ടതോടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കുമെന്നാണ് വിവരം. രഞ്ജിത്തിനെ സംരക്ഷിക്കേണ്ടെന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. വിവരങ്ങളുമായി ആർ ശ്രീജിത്തും ടി വി പ്രസാദും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ആർ ശ്രീജിത്ത്. രഞ്ജിത്ത് രാജിവെക്കാൻ ആവശ്യപ്പെടേണ്ട ഒരു ധാർമ്മിക ബാധ്യത അത് സർക്കാരിന്റെ മുന്നിൽ നിൽക്കുകയാണ്. സർക്കാർ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ ശ്രീജിത്തിന് ബോധ്യപ്പെടുന്നത് എന്താണ്? സുജയ, സർക്കാരിൻ്റെ പ്രതിനിധികളുമായി സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൻ്റെ ഗൗരവം സർക്കാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നേരത്തെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രതികരണത്തിൻ്റെ സ്വഭാവത്തിലോ അതിൻ്റെ വികാരത്തിലോ അല്ല പാർട്ടിയും സർക്കാരും ഇപ്പോൾ ഈ പ്രശ്നത്തെ ഉൾക്കൊള്ളുന്നത്. കാരണം ഇത് ഗുരുതരമായൊരു പ്രശ്നമായി മാറിക്കഴിഞ്ഞു. ഒരു സ്ത്രീ, അവർ ചലച്ചിത്ര നടി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ, അവർ നേരിട്ട അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ വെളിപ്പെടുത്തൽ അത്തരമൊരു ആക്ഷേപം അവർ ഉന്നയിക്കുമ്പോൾ അതിൽ പരാതി നൽകണം, അല്ലെങ്കിൽ പരാതി നൽകിയാൽ പിന്നീട് ആലോചിക്കാം എന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുന്നത് ഒരു ഇടതുപക്ഷ പുരോഗമന സർക്കാരിന് ചേർന്നതാണോ എന്ന വികാരം, എന്ന തരത്തിലുള്ള കാഴ്ചപ്പാട് ഇപ്പോൾ പാർട്ടിക്കകത്ത്, ഭരണ നേതൃത്വത്തിനകത്ത് ചർച്ചയായി വരുന്നു. അതുകൊണ്ട് സ്ത്രീയുടെ പരാതിയല്ല, മറിച്ച് അവർ നേരിട്ട അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അവർ നടത്തിയ വെളിപ്പെടുത്തലിനെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള നടപടിയിലേക്ക് സർക്കാർ പോകണം. കാരണം രഞ്ജിത്ത് പ്രതിനിധാനം ചെയ്യുന്നത് സർക്കാരിനെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ ഉന്നതമായൊരു പദവിയിലിരിക്കുന്ന രഞ്ജിത്ത് എന്നെ ആ പദവിയിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇനി ഭൂഷണമല്ല എന്ന തിരിച്ചറിവിലേക്ക് പാർട്ടി നേതൃത്വവും ഭരണ നേതൃത്വവും എത്തിയിരിക്കുന്നു. എന്നാൽ കാര്യങ്ങൾ അവർ കുറച്ചുകൂടി കാക്കുകയാണ്. ഒരുപക്ഷേ രഞ്ജിത്തിനോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടേക്കാം. രഞ്ജിത്ത് ഈ സാഹചര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി സ്വയം രാജിവെച്ച് ഒഴിയുമോ എന്ന കാര്യവും നിരീക്ഷിക്കുന്നു. എന്തായാലും സജി ചെറിയാനടക്കം പ്രതിരോധത്തിലായിരിക്കുന്ന വിവാദത്തിൽ ഈ നടപടിയെടുത്തേ തീരൂ എന്ന വികാരമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. എന്തായാലും രഞ്ജിത്തിൻ്റെ ഭാവി അത്ര ശോഭനമല്ല. അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ അനിവാര്യമായത് തന്നെ സംഭവിക്കുമെന്ന നിലയിലാണ് കാര്യങ്ങളുടെ മുന്നോട്ട് പോക്ക്. ശ്രീജിത്ത്, ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ നടി തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം, ഇന്ന് ഇടതുപക്ഷം അധികാരത്തിലില്ലെങ്കിലും ബംഗാളിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ ഈ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രചാരണത്തിനിറങ്ങിയ ആളാണ്. ഇടതുപക്ഷത്തിന് പകരം തൃണമൂൽ അധികാരത്തിലെത്തിയപ്പോൾ അവസരങ്ങൾ കുറഞ്ഞ, അല്ലെങ്കിൽ അവസരങ്ങൾ ഇല്ലാതായ ഒരു കലാകാരിയാണ്. ഞാൻ ഇടതുപക്ഷത്തിനെതിരെ പ്രതികാര ബുദ്ധിയോടെ ഇങ്ങനെയൊരു നിലപാടെടുത്ത് രംഗത്ത് വരേണ്ട സാഹചര്യമില്ല. ഇരയാക്കപ്പെട്ടവളാണെന്ന് മനസ്സിലായിട്ടും അവർ പരാതി നൽകണമെന്ന നിലപാടെടുത്ത മന്ത്രി സജി ചെറിയാൻ കൈക്കൊണ്ട നിലപാട് അത് ശരിയല്ല എന്ന് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മളോട് സംസാരിച്ചപ്പോൾ. ശ്രീജിത്തിനറിയാമല്ലോ, MJ അക്ബർ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നതിലേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ CPIM കേന്ദ്ര കമ്മിറ്റിക്ക് പ്രസ്താവന നൽകുന്നതിന് ഒന്നും അധികം ആലോചിക്കേണ്ടി വന്നിരുന്നില്ല.